നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാണ്ടാണ് കേട്ടോ നമ്മളിതിൽ ചെയ്യണത്. അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം കേക്കിൻ്റെ മോൾഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോൾഡ് ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ മോൾഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലൊന്ന് മോൾഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് ഒന്ന് കൊടുക്കുകയാണ്. അത് വേറെ ഒന്നിനുമല്ല, അത് നമ്മൾ കേക്ക് ഇതിലേക്ക് പൊങ്ങി വരുമ്പോഴത്തേക്കും സൈഡിലൊക്കെ ഒന്ന് പറ്റിപ്പിടിച്ച് ഡബിൾ സൈസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓയിൽ ഒഴിച്ചതിന് പുറമെ ഒരു ടീസ്പൂൺ അളവിൽ മൈദയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് കോട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മോൾഡ് ഒന്ന് കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. മോൾഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററൊക്കെ ശരിയാക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ മദേഴ്സിൻ്റെ മൈദയാട്ടോ ചേർത്തേക്കുന്നത്. 1 കപ്പ് അളവിലാണ് ഞാനിവിടെ മൈദ എടുത്തേക്കുന്നത്. മൈദ ഞാനൊരു അരിപ്പയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഇതുപോലെ അരിപ്പയിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ഒരുമിച്ചാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മൈദയുടെ കൂടെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കണ സോഡാപ്പൊടിയാണ്. ബേക്കിംഗ് പൗഡർ വേറെയാണ്. പിന്നെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ച് ആ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അരിച്ച് കഴിഞ്ഞിട്ടും മിക്സ് ആയില്ല എന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസ്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ആദ്യം 2 കോഴിമുട്ടയാട്ടോ എടുത്തേക്കുന്നത് ഇവിടെ. അപ്പോൾ മുട്ട ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് തൈര് എടുത്താലും മതിയാവും. തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കുക കേട്ടോ. ആ മുട്ടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാര പൊടിക്കണമെന്നൊരു നിർബന്ധമില്ല, കാരണം നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടുള്ള പഞ്ചസാര 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഓയിലാട്ടോ, സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കേക്കിലേക്ക് നമ്മൾ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, മണമുള്ള ഒരു എണ്ണയും ഉപയോഗിക്കരുത്, ഓയിൽ മാത്രം ഉപയോഗിക്കുക. ഇത്രയും ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ സാധാരണ നമ്മളെ ഫസ്റ്റ് സ്പീഡിൽ ഒരു 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ആ ഒരു സ്മൂത്ത് ടെക്സ്ചറിലായിട്ടുള്ള ഒരു ബാറ്റർ കിട്ടും. ഇനി ഈ ബാറ്റർ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഡ്രൈ ഇൻഗ്രീഡിയൻസുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ 2 ട്രിപ്പായിട്ടിട്ട് മിക്സ് ചെയ്താലും മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫുള്ളായിട്ടുള്ള ബാറ്ററിലേക്ക് കുറേശ്ശെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദയുടെയൊക്കെ മിക്സ്ചറില്ലേ, അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്താലും മതിയാവും. 2ആണെങ്കിലും കുഴപ്പമില്ല. ഓവർ മിക്സിങ്ങും പാടില്ല. അതിൽ പിന്നെ ലംപ്സ് ഒന്നും പാടില്ല, ചെറിയ ചെറിയ കട്ടകളൊന്നും പാടില്ല. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. കേക്കിൻ്റെ ബാറ്റർ എപ്പോഴും ഒരേ ഡയറക്ഷനിലേക്ക് മിക്സ് ചെയ്യുക. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പാലും കൂടി ചേർത്തിട്ടാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കണില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ വാനില എസൻസ് വേണ്ട, പൈനാപ്പിൾ മതി എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർക്കുക. എസൻസും കൂടി ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഈ ബാറ്റർ നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഈ കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നേരമൊന്നും ഇനി വെച്ചേക്കൊന്നും വേണ്ട, ഉടനെ തന്നെ നമുക്ക് ആ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ശരിക്കും റിബൺ മടങ്ങി വീഴുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ബാറ്റർ ശരിക്കും ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ എയർ ബബിൾസൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് താഴെ വെച്ചിട്ടൊന്ന് അടിച്ചാൽ മാത്രം മതി, അതിൻ്റെ എയർ ബബിൾസൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ മിക്സിയിൽ അതിൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുത്തപ്പോൾ ഒരു പാത്രം ഇതുപോലെ ഉള്ളിൽ നമ്മൾ ഒരു ഇത് വെക്കില്ലേ, നമ്മൾ ചൂടുള്ള സാധനങ്ങളൊക്കെ ഇറക്കി വെക്കണ ഒരു തട, അത് വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തത്. കേക്ക് വെക്കാൻ നേരം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കേക്ക് വെക്കാൻ നേരം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള ഒരു ഹോളുള്ള മൂടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് ആ ഹോളും ഒന്ന് കവർ ചെയ്തേക്കാം.
കറക്റ്റ് ഞാനിവിടെ ഒരു ഏകദേശം ഒരു 50 മിനിറ്റോളം വെച്ച് പിന്നെ നമ്മൾ കേക്ക് പൊങ്ങി വരുമ്പോൾ ഒരിക്കലും അടപ്പ് ഇടക്ക് തുറന്ന് നോക്കരുത്. തുറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കേക്ക് പൊങ്ങിയ പോലെ തന്നെ അത് താന്നു പോകും. കാരണം ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. കറക്റ്റ് ആ പൊങ്ങി വരുന്ന നേരമായിരിക്കും. നമ്മൾ ആ പൊങ്ങണ കാണുമ്പോൾ വേഗം ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കേക്ക് അതുപോലെ തന്നെ താഴ്ന്നു പോകും കേട്ടോ. അപ്പോൾ ഒരിക്കലും ഇടയ്ക്ക് അതിൻ്റെ മൂടി തുറന്ന് നോക്കരുത്. ആ കറക്റ്റ് ആ സമയം കഴിഞ്ഞിട്ട് മാത്രം മൂടി തുറന്ന് നോക്കി വെന്തോന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഞാനിതിപ്പോൾ ഒരു ഏകദേശം ഒരു 50 മിനിറ്റ് അടുക്കെ വെച്ചിട്ട് ലോ ഫ്ലെയിമിലാട്ടോ കുക്ക് ചെയ്തത്. വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് നോക്കിയത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് അൺമോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഒട്ടും കട്ട് ചെയ്യുകയോ ഒന്നും തട്ടുകയൊന്നും വേണ്ട. കാരണം ഗ്രീസ് ചെയ്ത് സൈഡിൽ ഓയിലൊക്കെ വെച്ച് ഗ്രീസ് ചെയ്തത് കാരണം പെട്ടെന്ന് തന്നെ വിട്ടുപോരും കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത്, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ കുട്ടികളൊക്കെ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ബീറ്ററിൻ്റെയും ഒന്നും ആവശ്യമില്ല. മിക്സിയിൽ തന്നെ ഇതുപോലെ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് റെസിപ്പീസൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.